നിങ്ങളാ എന്റെ കണ്ണേട്ടനെ വീൽ ചെയറിലാക്കിയത്. നിങ്ങളാ എന്റെ ഭർത്താവിന്റെ അച്ഛനെ കൊന്നത്. ഞാൻ മനഃപൂർവ്വം അല്ലാതെ ചെയ്തേ. ലേഖ ഇപ്പൊ കാത്തിരിക്കേയിരിക്കും. ഞങ്ങൾക്കൊന്നിച്ചൊന്ന് അമ്പലത്തിലേക്ക് പോണം. ലേഖയ്ക്ക് എന്തോ എന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു. അവൾ എന്ത് പറഞ്ഞാലും ശരി, താൻ തന്റെ നിലപാട് വ്യക്തമാക്കണം. എടാ, ഒരു കുഞ്ഞിനെ ലാളിക്കാൻ എന്റെ ഭാര്യ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നാളെ നിന്റെ ഭാര്യയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അതിൽ തെറ്റു പറയാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ പറയേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പറയുന്നതാണ് നല്ലത്. ഞാൻ നിന്നെ വിളിച്ചോളാം. ഇന്ന് ആരുടെയും ദേഹത്ത് കൈവയ്ക്കാനുള്ള അവസരം ഒരുക്കരുതേ ഭഗവാനെ. കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊന്നും കാണേണ്ടി വരില്ലേ. ഈശ്വര ഭഗവാനെ. മഹാലക്ഷ്മിയാണല്ലോ. എന്നെ കണ്ടാ ശരിയാവില്ല. എങ്ങനെയുണ്ട് അമ്പലം? വാ. കണ്ടു കഴിഞ്ഞ 100 കൂട്ടം ചോദ്യങ്ങളായിരിക്കും. പേരെന്താ, വീട് എവിടെയാ? കൃത്യമായ അഡ്രസ് ഇല്ലാത്തവനെ ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? ഒരാളെ രക്ഷിച്ചാലും മുങ്ങി നടക്കണം. വല്ലാത്തൊരു വിധി തന്നെ. ദൈവമായിരുന്നു. ലേഖേ, ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചാ ആ വിളി ഉറപ്പായിട്ടും ദേവി കേട്ടിരിക്കും. അതാ അനുഭവം. നമ്മുടെ ആഗ്രഹം നടത്തിത്തരാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും അത് നടത്തിത്തരുകയും ചെയ്യും. ഒരു വല്ലാത്ത ചൈതന്യ ഇതിനുള്ളിലെ ദേവിക്ക്. വാ. ഒരിക്കൽ കൂടി ദേവി എനിക്ക് ആയുസ് നീട്ടിത്തന്നു. എന്റെ കണ്ണേട്ടനൊപ്പം തന്നെ എന്നെ രക്ഷിച്ച ആ പയ്യനും ആയുരാരോഗ്യ സൗഖ്യം നൽകണേ. അയാൾ ആരായാലും എന്നും അയാൾക്ക് നന്മകൾ വരുത്തണേ.
ലേഖേ, അതാ ഞാൻ പറഞ്ഞ അമ്മ. വാ. ഞാൻ എപ്പോ ഈ അമ്പലത്തിൽ വന്നാലും അമ്മയെ കാണും. ഇന്നും അമ്മയെ കാണാൻ പറ്റണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരിക ഞാൻ. ഓ അത് ശരി. ഞാൻ പറയാതെ തന്നെ അമ്മയെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അതെങ്ങനെ ഞാൻ അറിയാനാ? എനിക്കതിന് ദിവ്യദൃഷ്ടിയൊന്നുമില്ല. എന്നൊന്നും അമ്മ പറയണ്ട, അമ്മയ്ക്ക് ദിവ്യദൃഷ്ടി ഉണ്ട്. ഇന്നലെ നടന്നതും ഇപ്പൊ നടന്നതും നാളെ നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കറിയാം. മോളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഞാനത് തിരുത്താനൊന്നും നിൽക്കുന്നില്ല. ഇതാരാ? ലേഖ, മഹിയുടെ കൂട്ടുകാരിയാ. എന്റെ കണ്ണേട്ടന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയുടെ ഭാര്യ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന മോളാ. രണ്ടുപേരും അങ്ങനെ തന്നെ. അതുകൊണ്ട് എന്നും ചേർന്ന് നിന്നോണം. എന്തായാലും അമ്മ ഞാൻ ഇന്ന് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അമ്മയ്ക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കണം. അയ്യോ അതൊന്നും വേണ്ട മോളെ. എടുത്തേ പറ്റൂ. ലേക്കേ, ഞങ്ങളുടെ രണ്ടാളുടെ ഒരു ഫോട്ടോ എടുത്തേ. അതിനെന്താ? അമ്മയുടെ ശരീരത്തെ സ്പർശിച്ചപ്പോ, അമ്മയോട് ചേർന്ന് നിന്നപ്പോ എന്തോ ഒരു കാന്തിക ശക്തി ഉള്ളതുപോലെ. ആ എടി, 2-3 ഫോട്ടോ എടുത്തോ. നോക്കട്ടെ ഇതിനകത്ത് ഞങ്ങൾ രണ്ടാളും ഉണ്ടോന്ന്. നമ്മളെ ഒന്നിച്ചല്ലേ എടുത്തത്, പിന്നെ കാണാതിരിക്കുന്ന എങ്ങനെയാ? എന്നാലും നോക്കട്ടെ. ആ, ഓ, ആശ്വാസായി. ഞാൻ മാത്രമല്ല, അമ്മയുണ്ട്. പിന്നെ ഞാനങ്ങ് മാഞ്ഞു പോകുമെന്ന് മോള് കരുതിയോ? ആ ചെലപ്പോ മാഞ്ഞു പോയാലോ. അയ്യപ്പന് സുഖാണോ? ആ എന്താ? അന്നൊരു അയ്യപ്പ വിഗ്രഹം കളഞ്ഞു പോയിരുന്നില്ലേ? അത് ഞാനാണല്ലോ കൊണ്ടുതന്നത്. ആ അയ്യപ്പന് സുഖാണോന്നോ ഞാൻ ചോദിച്ചേ. ഇന്ന് ഞാൻ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചിട്ടാമേ വന്നത്. അത് ജീവനുള്ള വിഗ്രഹ. മോള് പറയുന്നത് സങ്കടപ്പെടുന്നതും ഒക്കെ ഭഗവാൻ കാണുന്നുണ്ട്. അമ്മയല്ലേ പറഞ്ഞത് മഹിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന്? അത് സത്യമാണോ? അസത്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. മോൾക്ക് കുഞ്ഞ് ജനിക്കും. ആ, അത് കണ്ണേട്ടന്റെ കുഞ്ഞാണോന്ന് ചോദിച്ചപ്പോ അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. മോൾക്ക് കുഞ്ഞ് ജനിക്കും, എനിക്ക് അത്രയേ അറിയൂ. ശരിക്കും ആ അമ്മയിൽ ഞാൻ കാണുന്നത് അകത്തുള്ള ദേവിയെ തന്നെയാ. ശരിയാ, നല്ല ചൈതന്യമുണ്ട് ആ അമ്മയുടെ മുഖത്ത്. എന്നാ പോവാം. വാ. രണ്ടാളും ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ടെത്തിയോ? അനന്തവേട്ടനും കൂടി വരായിരുന്നു. കണ്ണനില്ലല്ലോ, പിന്നെ ഞാനിതിനാ വരുന്നേ. കണ്ണേട്ടന്റെ കാര്യം അനന്തവേട്ടൻ അറിയാലോ. ദൈവങ്ങളോട് അത്ര സ്നേഹമൊന്നും കണ്ണേട്ടൻ ഇല്ല ഇപ്പൊ. ഇല്ലായിരുന്നു, പക്ഷെ മഹി വന്ന ശേഷം അത് മെല്ലെ വന്നോണ്ടിരിക്കുക. അപ്പോഴേ രണ്ടാളും വാ, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ആഹാ, അനന്തവേട്ടനോ?
അതെന്താ കുഴപ്പം? അനന്തോട്ടനൊരു ഒന്നൊന്നര കുക്ക. അല്ലെങ്കിൽ കഴിച്ചിട്ട് മഹി തന്നെ പറ, അനന്തോട്ടൻ നല്ലൊരു പാചകക്കാരനാണോ അല്ലയോ എന്ന്. അതെ അതെ, ഇവളെന്നെ നന്നായിട്ട് പൊക്കി വെച്ചിരിക്കാം. അപ്പൊ പിന്നെ എനിക്ക് സന്തോഷാവല്ലോ. അങ്ങനെ വന്നാ പിന്നെ ഇവൾക്ക് കിച്ചണിൽ കയറണ്ടല്ലോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ദുരിതവശമൊന്നും എനിക്കില്ല കേട്ടോ. ആ എന്തായാലും വാ, രണ്ടാളും വന്നിരിക്കും. വാ. ആ അതെ, ഇനി പാചകക്കാരൻ വിളമ്പണ്ട, ഞങ്ങൾ വിളമ്പിക്കോളാം. അതെ, ഇത്രയൊക്കെ ചെയ്യാമെങ്കിലേ എനിക്ക് വിളമ്പിക്കൂടെ? ഞങ്ങൾക്കേ കയ്യും കാലും ഉണ്ട്, ഞങ്ങൾ എടുത്ത് ആ കഴിച്ചോളാം. എന്നാ പിന്നെ എടുത്ത് കഴിക്കും. വെറുതെ എന്നെ പുകഴ്ത്തരുതേ, കൊള്ളാങ്കിലേ കൊള്ളാന്ന് പറയാവൂ. അത്യാവശ്യം നന്നായിട്ട് അനന്തോട്ടം പാചകം ചെയ്യുന്ന ലേഖ പറഞ്ഞിട്ടുണ്ട്. കടലക്കറി സൂപ്പർ ആയിട്ടുണ്ട്. ഇനി എന്ത് വേണം? പാചകം പെണ്ണുങ്ങളുടെ കുത്തകയാണെന്ന ചിന്തയൊന്നും എനിക്കില്ല. എന്നാ എപ്പോഴും പാചകക്കാരനാകാനും പറ്റില്ല. സഹകരിച്ച വലിയ തരക്കേടില്ലാതെ ഒന്നിച്ചങ്ങ് പോവാം. എന്താ രണ്ടാളും തമ്മിലൊരു ചുറ്റിക്കളി? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, എന്നോട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാ ലേഖ എന്നെ വിളിപ്പിച്ചത്. അങ്ങനെയുള്ള വിഷയത്തിലോട്ടൊന്നും കടന്നിട്ടുമില്ല. ഞങ്ങൾ പറയാൻ വരുന്നത് മഹി ശാന്തമായി കേൾക്കണം. ആഹാരം കഴിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികൾക്കും അമ്മയാകാനും കുഞ്ഞുങ്ങളെ ലാളിക്കാനും ഒന്നും താല്പര്യമില്ല. എന്നാ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും കൂട്ടത്തിലുണ്ട്. അതിലൊരാളാ ഞാൻ. മഹിയോട് കണ്ണേട്ടൻ പറഞ്ഞു കാണുമല്ലോ, ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി ചെയ്യാത്ത ട്രീറ്റ്മെന്റ് ഇല്ല. അവസാനം പരാജയം സമ്മതിച്ച് പത്തി മടക്കി. ആ സമയത്താണ് ഇവളുടെ തലയിൽ പുതിയൊരു ആശയം വന്നത്. എനിക്ക് അമ്മയാവാൻ കഴിയില്ല മഹി, എന്നാ നിനക്കതിന് കഴിയും. അല്ല, എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതത്ര കാടുകയറി ചിന്തിക്കാനൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് അമ്മയാകാൻ കഴിയുന്നൊരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാതെ പോലും അതിന് സാധിക്കും. ഇത്തരം കഥകൾ നമ്മുടെ ചുറ്റിനും ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. അത്തരമൊരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് മഹിക്ക് ചിന്തിച്ചൂടെ? ഇവളുടെ മനസ്സിന്റെ ആഗ്രഹമാണ് മഹിയോട് പറഞ്ഞത്. അതിന് താനിങ്ങനെ അപ്സെറ്റ് ഒന്നും ആവണ്ട. മഹിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ കണ്ണേട്ടനും മഹിയും ആ കുഞ്ഞിനെ താലോലിക്കുന്നതിനോടൊപ്പം ഞങ്ങൾക്കും ആ കുഞ്ഞിനെ ഓമനിക്കാം. നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്കും സ്വന്തം കുഞ്ഞായി കരുതാം. ഇതൊക്കെ കണ്ണേട്ട സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ ലേഖയ്ക്ക്? കണ്ണേട്ടന്റെ സമ്മതം ഞങ്ങൾ നേരത്തെ ചോദിച്ചു. എന്നിട്ട് കണ്ണേട്ടൻ എന്താ പറഞ്ഞ? അവനിതൊന്നും മഹിയോട് പറയരുതെന്നാ പറഞ്ഞത്. എങ്കിലും അമ്മയാവാനുള്ള ഇവളുടെ അടങ്ങാത്ത ആഗ്രഹമാണ് ഇതിലൊക്കെ കൊണ്ടെത്തിച്ചത്. പിന്നെ എനിക്കും കുഞ്ഞുങ്ങളോട് താല്പര്യക്കുറവൊന്നുമില്ല. എന്നിട്ട് കണ്ണേട്ടൻ ഇതേപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ മഹിയോട് പറഞ്ഞാല് മഹിയുടെ മനസ്സ് വിഷമിക്കുന്നു കരുതിയിട്ടാ കണ്ണേട്ടനൊന്നും പറയാത്തത്. എനിക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അനന്തേട്ടൻ ലേഖയും സ്വന്തം കുഞ്ഞായി കരുതുന്നതിലും സ്നേഹിക്കുന്നതിലും എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ അങ്ങനെ ജനിക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ കണ്ണേട്ടനാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് തൽക്കാലം കഴിയില്ലെന്നറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടി വരും. കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ദമ്പതികള് കുഞ്ഞുങ്ങൾക്കായി പല മാർഗങ്ങളും സ്വീകരിക്കുന്നില്ലേ മഹി? പക്ഷേ
എനിക്ക് പറ്റില്ല ലേഖേ. കണ്ണേട്ടന്റെ കുഞ്ഞിനെ ലാളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും എനിക്ക് മറ്റാരുടെ കുഞ്ഞിനെ ലാളിച്ചാലും കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ മാത്രം എനിക്ക് നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടി വരും. കാലം കുറെ കടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരമ്മമാരും ഒരു കുഞ്ഞിനെപ്പറ്റി ചിന്തിച്ചെന്ന് വരും മഹി. ഞാൻ ചിന്തിക്കും, പ്രാർത്ഥിക്കും, എന്റെ കണ്ണേട്ടന്റെ ഒരു കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കാൻ കഴിയണമെന്ന്. അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായം. ഞാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് കണ്ണേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനൊരു ചർച്ച നടത്തിയത് ഒട്ടും ശരിയായില്ല. കണ്ണേട്ടൻ എന്തെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെങ്കിൽ അന്ന് നമുക്കൊരു കുഞ്ഞിനെ പറ്റി ആലോചിക്കാം. കണ്ണേട്ടന്റെ കുഞ്ഞിനെ പറ്റി. നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് കണ്ണേട്ടന്റെ കുഞ്ഞ് മാത്രമായിരിക്കും. അല്ലാതെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനോ മറ്റു മാർഗത്തിലൂടെ ഗർഭം ധരിക്കാനോ എനിക്ക് താല്പര്യമില്ല കണ്ണേട്ടാ. അതാണ് തന്റെ നിലപാടെന്ന് അവരോട് പറഞ്ഞില്ലേ? എനിക്ക് അവരുടെ സംസാരം കേട്ടപ്പോ കരച്ചിലാ വന്നത്. എന്റെ നിലപാട് കൃത്യമായിട്ട് കണ്ണേട്ടൻ അവരെ അറിയിക്കണം. ഞാൻ ആദ്യം പരിഗണന തരുന്നത് എന്റെ കണ്ണേട്ടനാ. ഒരു കുഞ്ഞ് നമുക്കിടയിൽ ഇല്ലാന്ന് കരുതി ഞാൻ ഒരിക്കലും നിരാശപ്പെടില്ല. കുഞ്ഞുങ്ങളെ എനിക്കിഷ്ടാ. അവരെ താലോലിക്കുന്നതും താരാട്ട് പാടുന്നതും ഒക്കെ ഇഷ്ടാ എന്ന് കരുതി അതിനുവേണ്ടി മറ്റു വഴികളൊക്കെ അവലംബിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ശരി, എന്നാ പിന്നെ ആ വിഷയം നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഇനി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത്രയും ദിവസം കണ്ണേട്ടൻ അതേപ്പറ്റി എന്നോട് സംസാരിച്ചിട്ടില്ല. അതാ എന്റെ വിഷമം. അല്ലെങ്കിൽ അനന്തുവേട്ടനും ലേഖയും ഇങ്ങനൊരു സംസാരത്തിന് മുതിരില്ലായിരുന്നു. അന്നേ ഞാൻ എന്റെ മനസ്സിലുള്ളത് കണ്ണേട്ടനോട് ഞാൻ തുറന്നു പറഞ്ഞേനെ. പോട്ടടോ, അത് വിട്. തനിക്കറിയാലോ, ആനന്ദവും ലേഖ എനിക്ക് അന്യരല്ല. അവർക്ക് എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. അവർക്ക് ഞാനും അങ്ങനെ തന്നെയാണ്. ആ സ്നേഹം ഒന്നുകൂടെ ദൃഢമാക്കാന് അവർ ഈ കുഞ്ഞിന്റെ കാര്യമൊക്കെ എടുത്തിട്ടത്. ആ പിന്നെ ഇന്ന് അമ്പലത്തിൽ പോയപ്പോ ആ അമ്മയെ കണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടെ ഫോട്ടോയും എടുത്തു. ആഹാ, ഇത് നോക്ക്. ഇനി നമ്മൾ രണ്ടാളും കാണുന്നത് ഒരേ അമ്മയാണോന്ന്. ആ അമ്മയെ തന്നെയാണോ കണ്ണേട്ടൻ കാണുന്നേ? ഇതിനകത്ത് അതിന് അമ്മയില്ലല്ലോ. ഞാനും താനും ഇല്ല ഇതിനകത്ത് നിൽക്കുന്നേ. അയ്യോ, ഫോട്ടോ എടുത്തതാ. എല്ലാത്തിലും കണ്ണേട്ടൻ. അന്ന് ഞാനും അനന്തിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചതാ. അവിടെ ആ അമ്മയുടെ ഭാഗം ബ്ലാങ്ക് ആയിരുന്നു. ഇത് വലിയ അത്ഭുതമാണല്ലോ കണ്ണേട്ടാ. ഒരു കാര്യം ഉറപ്പിച്ചോ, അത് ദിവ്യശക്തിയുള്ള അമ്മയാ. അതുകൊണ്ടാ ആ അമ്മ ഫോട്ടോയിൽ നിന്ന് മാഞ്ഞു പോകുന്നത്. നല്ല ശക്തിയുള്ള ദൈവത്തിന്റെ വിഗ്രഹം നമ്മൾ ക്യാമറയിൽ പകർത്തിയാൽ അത് പതിയിലെന്നാ പറയാറ്. അങ്ങനെയെങ്കിൽ
സാക്ഷാൽ ദേവി തന്നെയാ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആയിരിക്കും. എനിക്ക് ആ അയ്യപ്പ വിഗ്രഹം തന്ന അമ്മയുണ്ടല്ലോ, ആ അമ്മയെ ഞാൻ കണ്ടത് 10-12 വയസ്സുള്ളപ്പോഴാ. ഇപ്പോ ഏതാണ്ട് 18 വർഷം കഴിഞ്ഞിരിക്കുന്നു ആ സംഭവം നടന്നിട്ട്. ഈ അടുത്ത സമയത്ത് ആ അമ്മയെ കണ്ടപ്പോഴും അതേ രൂപത്തിലും ഭാവത്തിലും തന്നെയാ എന്റെ മുമ്പിൽ നിന്നത്. എന്നുവെച്ചാ പ്രായം പോലും കൂടിയിട്ടില്ല. അന്ന് ഞാൻ കാണുമ്പോ ഒരു 10-70 വയസ്സുണ്ടെന്നാ എന്റെ ഒരു വിശ്വാസം. ഇപ്പോഴും അതേ 70-കാരിയെ തന്നെയാ ഞാൻ കണ്ടത്.